ഇത് പൈശാചിക ബന്ധനമാണ്. മെന്റൽ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ, മാനസികമായ എന്ത് പ്രശ്നം വന്നാലും, ഐ എം ഫ്രം പെന്റിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി, സോ എന്നെ കേൾക്കുന്ന പെന്റിക്കോസുകാർ ഈ ചാനലിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇമാജിൻ ഐ എം വൺ ഓഫ് യു. അരുണിനെ ചിലപ്പം നിങ്ങൾ സാത്താന്റെ ഏജന്റ് ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ മാറ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിലൂടെയാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു 90% ഇഷ്യൂസും വരുന്നത്. പുള്ളി അവിടെ പറയുന്നത് ആത്മാവിനും രോഗശാന്തി എന്ന് വേണ്ട എല്ലാ സാധനങ്ങൾക്കും ഉള്ള സാധനം ഇവിടെ ഉണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് പോരൂ എന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ പുള്ളി എന്തിനാണ് പുള്ളിയുടെ മോളെ ഇങ്ങനെ MBBS പഠിക്കാൻ വിടുന്നത്? സൈക്കോളജിയും സൈക്കാട്രി പറഞ്ഞു കഴിയുമ്പോൾ മനസ്സ് വായിച്ചെടുക്കും എന്നുള്ള പേടി, അല്ലെങ്കിൽ വട്ടായി പോയവരാണ് അവിടെ പോകുന്നെന്നുള്ള പേടി. പെന്തിക്കോസ്റ്റിലും നല്ല പാസ്റ്റേഴ്സ് ഉണ്ട്, തീർച്ചയായും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്തി മെന്റാലിറ്റി ഉള്ള, ഹെൽത്തി മനസ്സുള്ള നല്ല പാസ്റ്റേഴ്സ് ഉണ്ട്. അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ പാസ്റ്റർമാർ എപ്പോഴും പറയും ദേഹം, ദേഹി, ആത്മാവ് എല്ലാത്തിനെയും സൗഖ്യമാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഞാൻ ഒരാളോട് സംസാരിച്ച സൈക്കാട്രിയിൽ പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്റെ ഫാമിലിയിൽ ഒരാളാണ്, ഡിപ്രഷൻ ഉള്ള ആൾക്കാരെ ചികിത്സിക്കുന്നല്ലയോ. സോ ദാറ്റ്സ് ദ ലിമിറ്റഡ് ഐഡിയ അബൌട്ട് മെന്റൽ ഹെൽത്ത്. സോ ഹായ് എവ്രിവൺ, ആദ്യമായിട്ടാണ് ഒരു ലൈവ് വരുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒന്ന് സംസാരിക്കും എന്നൊന്നും വിചാരിച്ചിട്ടുള്ളതേ അല്ല, ഒരു ലൈവ് കോൺവെർസേഷനിലൊക്കെ വന്നിട്ട്. സോഷ്യൽ ആങ്സൈറ്റി കാര്യമായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. ആ വ്യക്തിയാണ് ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഐറണി. എനിവേ, ഈ ഒരു ടോപ്പിക്കിൽ ഓൾറെഡി 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസിൽ നിന്ന് കണ്ടിട്ട് തന്നെയാണ് എബ്രഹാം എന്നെ ജേക്കബ് എന്ന് വിളിക്കുന്നില്ലേ കംഫർട്ടബിൾ? അതാണ് എളുപ്പം. എബ്രഹാം ജേക്കബ്, പുള്ളിക്കാരൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ ഇതിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. പുള്ളിക്കാരനും ഒരു പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്, പെന്തക്കോസ്റ്റലിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് കുറെ കൂടെ കണക്റ്റഡ് ആയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സംസാരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. എനിവേ, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഓൾറെഡി നമ്മുടെ നാട്ടിൽ തന്നെ എയറിൽ കുറേ സംസാരങ്ങളുണ്ട്. ബാബുരാജ് പറയുന്നോട്ട് എന്താണ് ഏതാണെന്ന് ആർക്കും കൃത്യമായിട്ട് ഒരു അറിവില്ലെങ്കിൽ തന്നെയും അധികമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നവരുടെ ഒതൻറ്റിസിറ്റി നമുക്കറിയാനായിട്ട് യാതൊരു വഴിയില്ല. അതല്ലാതെ തന്നെ സോഷ്യൽ സ്റ്റിഗ്മാസ് വളരെയധികം നിലനിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതിൻ്റെ പുറത്തേക്കാണ് ഈ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി, പെന്തക്കോസ്ത് മാത്രമല്ല, അതേപോലെ തന്നെ പല ക്ലോസ്ഡ് കമ്മ്യൂണിറ്റീസും ഈ ഒരു നിൽക്കുന്ന സ്റ്റിഗ്മയുടെ പുറത്തേക്ക് കുറച്ചുകൂടെ രീതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരുത്തി വെക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തത വരുത്താനായിട്ട് ഞങ്ങളാൽ കഴിയുന്ന വിധം, ഞാനിതിലൊരു എക്സ്പേർട്ടേ അല്ല, അതുകൊണ്ടാണ് ഇതിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതും പഠിച്ചിട്ടുമായിട്ടുള്ളൊരു വ്യക്തിയുമായിട്ട് കോൺവേഴ്സ് ചെയ്യാൻ വെക്കുന്നത്. ഇതൊരു ഇൻ്റർവ്യൂ ഫോമാറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു കോൺവെർസേഷൻ. എനിവേ, ഫർദർ എബ്രഹാം തന്നെ, ജേക്കബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വെൽക്കം ജേക്കബ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് എബ്രഹാം ജേക്കബ്. ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. അരുണിൻ്റെ വീഡിയോസ് ഞാൻ കുറേ നാളായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ഇൻട്രസ്റ്റോടുകൂടെ തന്നെയാണ് ഇതിനെ കാണുന്നതും. ഐ ഫൈൻഡ് ഇറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ് വാട്ട് ദ വർക്ക് യു ആർ ഡൂയിങ് ഓൺലൈൻ. പിന്നെ പറഞ്ഞില്ല, ആങ്സൈറ്റി ഉള്ള ഒരാൾ ഐറോണിയസ്ലി വന്ന് ഇവിടെ സംസാരിക്കുന്നത്, ഐ ഡോണ്ട് സീ ദ ഐറണി. ഇറ്റ്സ് ഒരാൾ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ അതിനെ അതിജീവിച്ച് മുന്നോട്ടെത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സോ ഇറ്റ്സ് ഓൾറെഡി എ ഹ്യൂജ് സ്റ്റെപ്പ് in that, and I like it how you are open about these things. അതിനെ മറച്ചു വെച്ച് സംസാരിക്കാതെ ഓപ്പൺ ആയിട്ട് പറയുന്നതും, it shows how well you are adjusting with all of this. It's a beautiful thing to witness. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. ഞാനിപ്പോൾ ജർമ്മനിയിലാണ്. ഞാൻ പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരാളാണ്. ഐ എം സ്റ്റിൽ, മൈ പേരൻസ് ആർ പെന്റിക്കോസ്റ്റൽ, ഞാനും പെന്റിക്കോസ്റ്റൽ ചർച്ചിലെ ഭാഗമാണ്. സോ ഐ എം നോട്ട്, ഇപ്പം എന്നെ ഒരു എക്സ് പെന്റിക്കോസ്റ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു ഗ്രൂപ്പിൽ എന്നെ കണ്ടു കഴിഞ്ഞതുകൊണ്ട് ചിലർക്ക് ഒരു ഡൗട്ട്സ് ഒക്കെ കാണുമായിരിക്കും. സോ അത് ക്ലിയർ ചെയ്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഐ എം പാർട്ട് ഓഫ് യുവർ കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് അരുണിനോട് കൈ കോർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ക്രിറ്റിസിസം അരുണിൻ്റെ ഞാൻ കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, യു നോ വാട്ട്, ഹീസ് റൈറ്റ്, യു ആർ റൈറ്റ് ഇൻ മെനി ആസ്പെക്ട്സ്. ആ ആസ്പെക്റ്റിൽ നമുക്ക് ഒരുമിച്ച് വരാമല്ലോ. ഇപ്പം നമ്മൾ 100% ഒരുമിക്കണമെന്നില്ലല്ലോ. പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാലും, റിലീജിയൻ എടുത്തു കഴിഞ്ഞാലും, നമ്മുടെ ഡെയിലി ലൈഫ് എടുത്തു കഴിഞ്ഞാൽ, വി ഡോണ്ട് ഹാവ് ടു അഗ്രി ഓൺ എവറി പോയിന്റ്. പക്ഷെ നമ്മൾ ഒരുമിച്ച് അഗ്രി ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ഒരുമിച്ച് അഗ്രി ചെയ്യാൻ ഉള്ളൊരു ഇവന്റ് പോലെ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ. ഇറ്റ്സ് എ ഡിസ്കഷൻ. ഇതൊരു ദിസ് ഇസ് നോട്ട് വേർ ഇവിടെ പറയുന്ന പോയിന്റ്സ് എടുത്ത് നിങ്ങൾ ഒരു സെൽഫ് ഡയഗ്നോസിസ് നടത്താനോ ഒന്നും ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഓപ്പൺ ഡിസ്കഷൻ വേർ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയുടെ ടേബിളിലേക്ക് മെന്റൽ ഹെൽത്തിനെ എത്തിക്കുക. ശരിയായ നമുക്കറിവുള്ളതിൽ എന്താണോ ശരിയെന്ന് തോന്നുന്ന
ഉള്ള രീതിയിലുള്ള മെന്റൽ ഹെൽത്തിനെ സാധാരണക്കാരന്റെ ഒരു തീന്മേശയിലോ അല്ലെങ്കിൽ ഇപ്പം പലരും ബെഡിലിരിക്കുമായിരിക്കും അവിടെ കൊണ്ടെത്തിക്കാനോ അതേ ഉള്ളൂ നമ്മുടെ ഒരു ആഗ്രഹം. അല്ലാതെ ഡോണ്ട് സീ ദിസ് ആസ് എ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഫോർ എനി ഡിസീസ്. ഡു നോട്ട് സീ ഇറ്റ് ആസ് എൻ ഒഫീഷ്യൽ എന്താ പറയുന്നത് ശാസനയായിട്ട് എടുക്കരുത്. ഞങ്ങൾ ആരും ഇതിന് അവകാശം പറയുന്നതും ഇല്ലല്ലോ. സോ ദെൻ ഇറ്റ്സ് വെരി ക്ലിയർ ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സ് ഓപ്പൺ ഡിസ്കഷൻ. പ്ലസ് ആ ടൈറ്റിൽ കണ്ടു കഴിയുമ്പോൾ പലർക്കും തോന്നും ഇത് പെന്തിക്കോസ്തുകാരെ കുറ്റപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ്. അരുൺ അതിലെന്താണ് പറയാനുള്ളത്? ഇത് പെന്തിക്കോസ്തുകാരെ കുറ്റപ്പെടുത്താനുള്ള ഒരു പരിപാടിയായിട്ടാണോ തുടങ്ങിയിട്ടുള്ളത്? ഈ ഡിസ്കഷനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഈ ഡിസ്കഷൻ ഇതിൽ നിൽക്കുന്നവർ സഫർ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ പെന്തക്കോസ്റ്റ് എന്ന് മാത്രമില്ല. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ പറയാനോ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ വട്ടാണ് എന്ന് പറയുന്ന തലത്തിലാണ് ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മെജോറിറ്റി ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. പലർക്കും എന്താണ് ഇതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ ഒരു ജേക്കബ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വൺ ആൻഡ് ഓൾ ക്യാപ്സൂൾ പോലെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തിനെ മനസ്സിലാകും. വൺ വീഡിയോ ഓൾ യു നീഡ് അങ്ങനെ ഒരു സാധനമേ അല്ല. ജസ്റ്റ് നമ്മളാൽ കഴിയുന്ന വിധം നമ്മുടെ അറിവ് തന്നെ വളരെ ചുരുക്കമാണ്. നമുക്കെല്ലാം അറിയാവുന്ന വ്യക്തികളൊന്നും അല്ല. അപ്പം നമുക്കറിയാവുന്നിടത്തോളം നമ്മൾ കണ്ടതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ബേസിക് ഒരു അവയർനെസ് മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതലും എക്സ്പീരിയൻസ് ഇപ്പം രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് പെന്തക്കോസ്റ്റൽ നിൽക്കുന്നത് കൊണ്ട് കുറെ കൂടെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഇതിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പെന്തക്കോസ്റ്റ് ഒരു തീമായിട്ട് എടുത്ത് അതിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പേർട്സ് ആണ്. എവിടെ നോക്കിയാൽ എക്സ്പേർട്സ്. അത് ചെയ്യൂ ഇത് ചെയ്യൂ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടോ എന്ന് അറിയാൻ ഇങ്ങനെ ചെയ്തു നോക്കൂ. മറ്റേ ക്യാച്ചി കുറെ തംബ്നെയിൽസും ടൈറ്റിൽസും ഒക്കെ വെച്ചിട്ട് ഇഷ്ടം പോലെ കോണ്ടന്റ്സ് ആണ്. ഇവരിൽ എത്ര പേര് പ്രൊഫഷണൽസ് ആണ് അല്ലെങ്കിൽ ഇവർ ക്വാളിഫൈഡ് ആണോ എന്നൊന്നും അറിയാൻ യാതൊരുവിധ വഴിയില്ല. അപ്പോൾ അത് അങ്ങനെയും കൂടെ തിരിച്ചറിയാനായിട്ട് കൂടെയാണ് ഈ ഒരു കാര്യം. പിന്നെ ഈ മെന്റൽ ഹെൽത്ത് നമ്മൾ എപ്പോഴും എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പല വേർഡ്സ് തന്നെ ഈ ഡിപ്രഷൻ ആങ്സൈറ്റി എന്നുള്ളതൊക്കെ ഭയങ്കര കോമഡി ആയി കഴിഞ്ഞു. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിവിടെ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ റിസൾട്ട് വന്ന സമയത്ത് ഒരു പെൺകുട്ടി പുള്ളിക്കാരിക്ക് 1-2 സബ്ജക്റ്റ് പോയി. അപ്പോഴത്തേന് പറയുന്ന ഓ മാൻ ജസ്റ്റ് ഹാഡ് ദിസ് ഇന്ത്യയിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്. റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ഐ വാസ് ടോട്ടലി ഡിപ്രസ്. ഞാൻ പറയുന്നത് വെറുതെ ആ ഒരു വേർഡിനെ എടുത്തു വെച്ച് വലിച്ചഴിച്ച് വൃത്തികേടാക്കല്ലേ. ഇങ്ങനെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് കാരണം എല്ലായിടത്തും അത് ഉപയോഗിക്കുന്നത് കാരണം പല ആൾക്കാരും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ ആരും അംഗീകരിക്കാത്തൊരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ റിയലി പ്രോബ്ലം അനുഭവിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമായി മാറാറുണ്ട്. അപ്പം നമ്മളാൽ കഴിയുന്ന വിധം അതൊന്ന് ഡീമിസ്റ്റിഫൈ ചെയ്തെടുക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മെന്റൽ ഹെൽത്ത് എന്ന് പറയാറുണ്ടെങ്കിൽ പോലും എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും പറയുമ്പോൾ ഓക്കെ മെന്റൽ ഹെൽത്ത് അല്ലേ അറിയാവുന്നതല്ലേ കേട്ടിട്ടുണ്ടല്ലോ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക അതാണ് മെന്റൽ ഹെൽത്ത് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് മെന്റൽ ഹെൽത്ത് അവിടുന്ന് ഒന്ന് തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അപ്പം അരുൺ പറഞ്ഞത് തന്നെ ഞാനും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എല്ലായിടത്തും തിരിഞ്ഞാലും വാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് പ്രസംഗമാണ് ഇതിനെക്കുറിച്ച്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താൽ ലൈഫ് മാറി. ഇപ്പം സം ഓഫ് ദെം ആർ റൈറ്റ്, സം ഓഫ് ദെം ആർ റോങ്. ആരും ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല പ്രൊഫഷണൽസിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണലി ഞാൻ അതെ കാണാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. ടിപ്സ് ഞാൻ സ്വയം എന്റെ ജീവിതത്തിൽ പകർത്താറുണ്ട്, ക്ലയന്റിന് വേണ്ടിയല്ല എന്റെ ജീവിതത്തിൽ. കാരണം പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് ഈ എന്താ പറയുന്നത് കുറുന്തൊട്ടിക്കും വാദവും എന്ന് പറയുന്ന പോലെ. അങ്ങനെ മെന്റൽ ഹെൽത്ത് ആരെയും സ്പെയർ ചെയ്യാറില്ല, എല്ലാവർക്കും ഉണ്ട്. ഇറ്റ്സ് എ കോമൺ തീം അമോങ്സ് ഹ്യൂമൻ സ്പീഷീസിൽ മുഴുവൻ ഉള്ള ഒരു പ്രോബ്ലമാണ്. അതിന്റെ വകഭേദങ്ങൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. സോ ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. ഞാൻ എന്റെ ലൈഫിൽ തന്നെ പകർത്താറുണ്ട് അങ്ങനത്തെ നല്ല നല്ല ആൾക്കാരുടെ പ്രൊഫഷണൽസിന്റെ ടിപ്സ് ഞാനും പകർത്താറുണ്ട്. സോ എല്ലാവരും ഒന്നും ഞാൻ അടക്കി പറയുന്നില്ല. ബട്ട് ദർ ഇസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് നോൺസെൻസ് തന്നെ വേണം പറയാൻ. ഇന്റർനെറ്റിൽ പരക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ജീരകവെള്ളം ഉണ്ടാക്കി കുടിക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നത്. സോ ലൈക് സ്റ്റഫ് ലൈക്ക് ദാറ്റ് ഐ ഡോണ്ട് വൗച്ച് ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അല്ല എനിക്ക് തോന്നുന്നു സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നത്. റീസെന്റ് ഗവൺമെന്റ് തന്നെ നേരത്തെ ഒരു 3 month കോഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഗവൺമെന്റ് തന്നെ അതൊക്കെ അബോളിഷ് ചെയ്തിട്ട് ഇത് ചെയ്തിരിക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കണം എന്നൊരു ഇത് എടുക്കണമെങ്കിൽ എത്രത്തോളം മിസ്യൂസ്ഡ് ആയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അത് തന്നെ കറന്റ് ഗവൺമെന്റിന് വൺ പോസിറ്റീവ് തിങ് ഐ വിൽ ഗിവ് ഇറ്റ് ടു ദ ഗവൺമെന്റ് ഇസ് ഇറ്റ്സ് സ്റ്റാൻഡർഡൈസിങ് മെനി തിങ്സ്. Indian government is doing everything in its capabilities to standardize things. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിലൂടെ വരുന്ന എന്താണെന്നറിയോ, ക്വാക്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതെ
അപ്പം ഒരാൾക്കൊരു ബോർഡ് ഇട്ട് സൈക്കോളജിസ്റ്റ് എന്ന് പറയണം അല്ലെങ്കിൽ തെറപ്പിസ്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തിരിക്കണം. ആൻഡ് വെൻ ഗവൺമെന്റ് ഡസ് ഇറ്റ് ഡസ് ഇറ്റ് പ്രോപ്പർലി. ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ്സ്. സോ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ് ആൻഡ് വി ഷുഡ് അപ്രീഷിയേറ്റ് ദി ഗവൺമെന്റ് ഫോർ ദാറ്റ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഐ വിൽ ജസ്റ്റ് സേ അതെ, ഇന്ത്യൻ എക്സാക്ട്ലി. ഗവൺമെന്റ് ആസ് ജനറൽ. So it's a very positive thing from government side, and as someone in medical professional, I appreciate that from the government. ജനറലി എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. സ്റ്റിക്ക് വിത്ത് എ പ്രൊഫഷണൽ പേഴ്സൺ ഓൾവേസ്. അവരുടെ പ്രൊഫൈലിൽ തന്നെ കാണും സൈക്കോളജിസ്റ്റിന് എഴുതിയതുകൊണ്ട് കാര്യമായില്ല, സൈക്കാട്രിസ്റ്റിന് എഴുതിയതുകൊണ്ട് കാര്യമായില്ല, പിന്നെ എന്താ പറയുന്നത്, ഒരു വടിയിൽ രണ്ട് പാമ്പുണ്ടെങ്കിൽ ഹി കനോട്ട് സേ സ്റ്റഫ് ഫ്രം മെഡിസിൻ. ലൈക്ക് ഡോണ്ട് ഗോ ഫോർ ദാറ്റ്, ഡു നോട്ട് ഗോ ഫോർ ദാറ്റ്. ഫൈൻഡ് ഔട്ട് അയാളുടെ ഡിഗ്രി എന്താണ്, then compare it with the current government standards. അതാണെങ്കിൽ you can follow their advice and കുറച്ച് take it with a pinch of salt. നമുക്കും മേളിലൊരു ഷോൾഡേഴ്സിന് മേളിലൊരു ഗോളം ഉണ്ടല്ലോ, അതിനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ യു ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട്. പിന്നെ ആസ് യു സെഡ് ടാബു, രണ്ടാമത്തെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ഭയങ്കര ടാബു ആണ്. സോ ഈവൻ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ പോലും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ഞാനിപ്പം ആ ഫീൽഡിൽ നിന്ന് വരുന്നുണ്ട്, ഡോക്ടേഴ്സിന്റെ അഭിപ്രായം തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ചെടുക്കണം. അതിനൊരു എക്സാമ്പിൾ പറയാം. ആരും ഇതിൽ മേളിലല്ല, നമ്മൾ ആരെയും ടാർഗറ്റ് ചെയ്യുമല്ല എന്നുള്ള ഇതിനു വേണ്ടി ഒരു എക്സാമ്പിൾ പറയുവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇവന്റിന് പോയി. ഇവിടെ ഒരു ഇന്ത്യൻ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഡോക്ടേഴ്സ് തന്നെയാണ്. ദിസ് വാസ് ജസ്റ്റ് ലൈക്ക് എ മീറ്റിംഗ്, വി ജസ്റ്റ് ഗോട്ട് ടുഗെദർ. സോ അവിടെ ഒരു ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ, ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ സർജറിയിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരാളാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ഒരാൾ. സൈക്കാട്രിയെ കുറിച്ച് സംസാരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പേടിയും അറിവില്ലായ്മയും കലർന്ന ഒരു സംസാരം. ഇതെന്തോ ഒരു ഹോക്കസ് പോക്കസ് ആണ്, ഇതെന്തോ ഒരു മാജിക് ആണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്നോട് പറഞ്ഞത് ഒരു സൈക്കാട്രിക് പേഷ്യന്റ് എന്റെ മുന്നിൽ വന്നിരുന്നാൽ എനിക്ക് അവരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അവരെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ സർജൻ. ഐ വാണ്ട് യു ടു ഇമാജിൻ, ദിസ് ഇസ് നോട്ട് കവലയിൽ ഇരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ്കാരൻ. നമ്മൾ പൊതുവെ അവരെ താഴ്ത്തി കാണുന്ന ഒരു പല വീഡിയോസും കാണാറുണ്ട്. സോ ഇറ്റ്സ് നോട്ട് that one group or one culture or one subculture has this issue. Educated people have fear for psychiatry. It's a deep-rooted fear. സൈക്കോളജിയും സൈക്കാട്രി പറഞ്ഞു കഴിയുമ്പോൾ മനസ്സ് വായിച്ചെടുക്കും എന്നുള്ള പേടി, അല്ലെങ്കിൽ വട്ടായി പോയവരാണ് അവിടെ പോകുന്നെന്നുള്ള പേടി. അപ്പം ഈ സർജന്റെ കാര്യം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ ദിസ് ഈസ് ഹോപ്പ്ലെസ്, ദിസ് ഇസ് ഹോപ്പ്ലെസ്. അപ്പൊ നമ്മൾ സംസാരം ഉണ്ട്, ഞാനും അരുണും തമ്മിൽ ഓൾറെഡി ടോക്ക് ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ പറയണമെന്ന് തന്നെ വിചാരിച്ചാണ്. ഐ വാസ് ലൈക്ക്, ഇറ്റ് വാസ് റിയലി സാഡ്. A doctor saying that he cannot, or he or she cannot take a psychiatric patient seriously when they sit in front of them is tragic. It's I cannot imagine. നമ്മൾ വിശ്വസിച്ചായിരിക്കും ഒരു ഡോക്ടറുടെ അടുത്ത് പോകുന്നത്. പിന്നെ എൻ്റെ ക്ലയൻസ് തന്നെ പലരും പല സൈക്കാട്രിക് പേഷ്യന്റിനും സെൽഫ് ഹാമിന്റെ ടെൻഡൻസി ഉണ്ട്. സോ ദേ എൻഡ് അപ്പ് കട്ടിങ് ദം സെൽഫ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരെ നമ്മൾ സർജറി ഡിപ്പാർട്ട്മെന്റിൽ അയച്ചു കഴിയുമ്പം ഈ ക്ലയൻസ് നമ്മളോട് വന്ന് തിരിച്ചു പറയുന്നത്, ദേ ട്രീറ്റ് യു ഡിഫറെന്റ്ലി, ദേ ലാഫ് അറ്റ് യു, ദേ ടെൽ യു ഇങ്ങനല്ല മുറിക്കേണ്ടത്, ഇങ്ങനെ മുറിച്ചിരുന്നെങ്കിൽ ചത്തേനെ. ഇത് ഇന്ത്യയിലല്ല, ഇറ്റ്സ് ഫസ്റ്റ് വേൾഡ് കൺട്രിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ ഫർഗെറ്റ് ഇറ്റ്, ഇറ്റ്സ് എ ഡിഫറെന്റ് ഡിഫറെന്റ് തിങ്. ബട്ട് സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഹിയർ ഇസ്, ഇത് ഒരു സമൂഹത്തിന്റെയോ അല്ല, ഇത് പൊതുവെ എല്ലാവരും മനുഷ്യന്റെ ഇടയിലും കാണുന്ന ഒരു കാര്യമാണ്. സോ ഡു നോട്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി, ഡു നോട്ട് സീ ഇറ്റ് ആസ് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ, ഒരു കൾച്ചറിനെതിരെയോ അല്ല പറയുന്നത്. എവ്രി വൺ ഹാസ് ദീസ് ഇഷ്യൂസ്. വി ഓൾ ആർ ഹ്യൂമൻസ്, വി ഓൾ ഹാവ് സിമിലർ ഇഷ്യൂസ്. അവിടെ ഇവിടെ അല്പമൊക്കെ മാറിയിട്ടുള്ളതായിരിക്കും, പക്ഷെ ഇറ്റ്സ് ഓൾമോസ്റ്റ് എവ്രി വൺ ഈസ് ഗോയിങ് ത്രൂ ദ സെയിം സ്റ്റഫ്. സോ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു സം. സോ നമ്മൾ ഡിസ്ക്ലെയിമറും പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഗോളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരെയും വേദനിപ്പിക്കാനുള്ള ഗോളൊന്നും അല്ല. ആൻഡ് ഐ എം ഫ്രം പെന്തിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി. സോ എന്നെ കേൾക്കുന്ന പെന്തിക്കോസ്റ്റുകാർ ഈ ചാനലിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇമാജിൻ ഐ എം വൺ ഓഫ് യു. അരുണിനെ ചിലപ്പം നിങ്ങൾ സാത്താന്റെ ഏജന്റ് ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. ഐ ഡോണ്ട് സീ ഹിം ലൈക്ക് ദാറ്റ്. അരുൺ പറയുന്ന ക്രിറ്റിസിസത്തെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. അത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒരു പുറത്തെ ഒരാൾ പറയുന്നതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ അംഗീകരിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. ദർ ആർ ദോസ് ഇഷ്യൂസ്. ആ ഇഷ്യൂസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മാറ്റിയേ പറ്റത്തുള്ളൂ. അതെങ്ങനെ മാറ്റണം നമുക്ക് തീരുമാനിക്കാം. സോ അതിന്റെ ഒരു സ്റ്റാർട്ടായിട്ട് ഞാൻ മെന്റൽ ഹെൽത്തിനെ പറയുന്നതിന് മുന്നേ തന്നെ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ഹെൽത്ത് ഇൻ ജനറൽ. ഹെൽത്ത് എന്താണെന്നുള്ളത്, അല്ലെ? WHO ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതിന്റെ ജിസ്റ്റ് ഇതാണ്. ഡെഫിനേഷൻ ഞാൻ വായിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഐ ടെൽ യു വാട്ട് ഇറ്റ് ഈസ്. നമ്മൾ വിചാരിക്കുന്ന ഹെൽത്ത് എന്താ? അസുഖം ഇല്ലാഴിക മാത്രമാണ് ഹെൽത്ത്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. അസുഖം ഇല്ലായ്മ അല്ല ഹെൽത്ത്. ഒരാളുടെ ഒരു കംപ്ലീറ്റ് വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻ വെൽബീയിങ് ഇൻ വാട്ട്? എന്തിലൊക്കെയാണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഒരാളുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ് WHO ഹെൽത്ത് ആയിട്ട് കാണുന്നത്. അസുഖം ഇല്ലായ്മ അല്ല ഹെൽത്ത്. സോ ദിസ്
തിങ് ഹാസ് ടു ഗോ അവേ ഫ്രം അസ്. ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു എല്ലാവരും നല്ലൊരു ലൈഫ് ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യലി ഒരു നല്ല ലൈഫ് ജീവിക്കുന്നുണ്ടോ, then you are considered as a healthy person. ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾക്കൊരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽ ഡോക്ടർ അല്ലെ സൈക്കോളജിസ്റ്റിന്റെ കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കാം അതെന്താണ് എന്നുള്ളത്. സോ ദിസ് ഇസ് എ ജനറൽ ഐഡിയ അബൌട്ട് ഹെൽത്ത്. നൗ ഐ ഗോ ഇൻ ടു മെന്റൽ ഹെൽത്ത്. സോ നമ്മൾ ഓൾറെഡി വായിച്ചു ഹെൽത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത്, അതിന്റെ ഭാഗമാണ്. So for you to be healthy, completely healthy, നിങ്ങൾ mentally healthy ആയിരിക്കണം. So how can you be mentally healthy? A state of well-being where an individual can cope with normal stress. ജീവിതത്തിൽ സാധാരണയായിട്ട് വരുന്ന സ്ട്രെസ്സിനെ നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്ന, അതിനെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മെന്റലി ഹെൽത്തി ആണ്, അല്ലെ? ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് ഈസ് ടു റിയലൈസ് ദെയർ ഓൺ എബിലിറ്റീസ് ഇൻ ലൈഫ്. നമുക്ക് നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റണം ആൻഡ് വർക്ക് പ്രൊഡക്റ്റീവ്ലി. നമ്മുടെ കഴിവ് എന്നോട് ഇപ്പൊ പറയാം നീ നാസയിലെ സയന്റിസ്റ്റ് ആകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ കേപ്പബിലിറ്റി ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഇറ്റ്. ഐ ഹാവ് ടു റിയലൈസ് എനിക്ക് ബയോളജി അല്പമൊക്കെ അറിയാം, ഇൻട്രസ്റ്റ് ഉണ്ട്, അറിയാമെന്ന് പറയുന്നതിൽ കാരണം ഐ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. സോ ഞാൻ എൻ്റെ കേപ്പബിലിറ്റി റിയലൈസ് ചെയ്യുന്നു, ആ ഡയറക്ഷനിലേക്ക് പോകുന്നു. അതിലൂടെ എന്താ പറയുന്നത്, പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിലൂടെ. ഇപ്പൊ ഞാൻ നാസ സയന്റിസ്റ്റ് ആയാൽ എനിക്ക് അതുപോലെ തിരിച്ച് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ദർ ആർ പീപ്പിൾ ഹു ആർ മെയ്ഡ് ഫോർ ദാറ്റ്, who can go into those kind of ISRO-യിൽ പോയി ജോയിൻ ചെയ്ത് അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. സോ ദിസ് റിയലൈസേഷൻ അതും കൂടി വരണം. സോ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ആർക്കും അസുഖമില്ല. മെന്റൽ ഹെൽത്ത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഡിപ്രഷൻ ആകും. ദാറ്റ് ഈസ് ഞാൻ ഒരാളോട് സംസാരിച്ച സൈക്കാട്രിയിൽ പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഫാമിലിയിൽ ഒരാൾ തന്നെ, ഓ ഡിപ്രഷൻ ഉള്ള ആൾക്കാരെ ചികിത്സിക്കുന്നല്ലയോ. സോ ദാറ്റ്സ് ദ ലിമിറ്റഡ് ഐഡിയ അബൌട്ട് മെന്റൽ ഹെൽത്ത്. ഒരാൾ മൂലയ്ക്ക് മ്ലാനതയായിട്ട് മാറിയിരിക്കുന്നതാണ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് വിചാരിക്കുന്നത് മാറ്റി വെച്ചിട്ട് ആർ യു ഏബിൾ ടു റിയലൈസ് യുവർ കേപ്പബിലിറ്റി. എൻ്റെ കഴിവുകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, ഞാൻ ആരാണ്, എനിക്ക് എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. ആ വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയിൽ ചിന്തയിലേ ഇല്ലാത്തൊരു കാര്യമാണ്. എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ജോലി കിട്ടാൻ. അത് ത്രൂ യു ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ സൊസൈറ്റി എന്നൊരു ഐഡിയയെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നോർമലി ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പഠിക്കുന്നു എല്ലാം സ്വന്തം 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 സെൽഫ് സെൽഫ് സെൽഫ്, എല്ലാം നമുക്ക് വേണ്ടി, എൻ്റെ കുടുംബം. ആ ഒരു മൈൻഡ് സെറ്റിനപ്പുറം വി ആർ എ സോഷ്യൽ ബീയിങ്, വി ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി, വി ഹാവ് ടു അപ്ലിഫ്റ്റ് അവർ സെൽഫ്. ആ ഒരു തോട്ട് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു. ഇറ്റ്സ് ട്രൂ. അരുണിന്റെ പഴയ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഒരു ജോലിക്ക് വേണ്ടി ജസ്റ്റ്, അല്ലെ അരുൺ അതല്ലേ പറഞ്ഞത്? അരുണിന്റെ ഇനീഷ്യൽ വീഡിയോസ് ഞാൻ ഇവിടെ കണ്ടപ്പം ഐ ഫൗണ്ട് ഔട്ട് ലൈക്ക് പഠിക്കുന്ന എന്തിനാ, ജോലിക്ക് വേണ്ടി. ജോലി ഞാൻ അതിന് 2-3 സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. ജോലി എന്തിനാ വേണ്ടി, നല്ല ജോലി കിട്ടിയാൽ പെണ്ണ് കിട്ടാം, പെണ്ണ് കിട്ടിയാൽ എന്താ പിള്ളേരാകും, പിള്ളേരെ നന്നായിട്ട് വളർത്താൻ പറ്റും, നല്ല. സോ ഇറ്റ്സ് ലൈക്ക് ഞാൻ 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 മീ 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 ആ ഓറിയന്റേഷൻ അതിൽ നിന്ന് മാറ്റി WHO is asking you that it is not only for you. If you become a realized individual, your community will benefit from it because we are a social being. Yes. So it's not about you, it's about everyone around you. But you have to start with you. You have to start realizing who you are, what your skills are. അതിലേക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ള ഭാഗങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ യു വിൽ തന്നെ യു വിൽ വിരിഞ്ഞു വരും, നല്ല ഒരു പുഷ്പം പോലെ വിരിഞ്ഞു വരാൻ പറ്റും. സോ ദാറ്റ്സ് ദ ഹോൾ ഗോൾ ഓഫ് ദിസ്. പിന്നെ നമ്മളിപ്പം വൺ മോർ തിങ് ബിഫോർ, ഇതിനൊന്നും ഒരു ഡെഫിനേഷൻ ഇല്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് വി ആർ ടോക്കിംഗ് ഇൻ എ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, ഐ വോണ്ട് അവർ ലിസണർ, ഐ വോണ്ട് യു ഓൾസോ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ കേസിൽ ഐ റെക്കഗ്നൈസ് മിനിമം 2 sides ഓഫ് എ ഹ്യൂമൻ ആസ്പെക്ട്. ഒന്ന് ഇസ് ഫിസിക്കൽ, റൈറ്റ്, നമ്മുടെ ശരീരം. സെക്കൻഡ് ഇസ് മെന്റൽ സൈഡ്, നമ്മുടെ മെന്റൽ പ്രോസസ്സസിനെ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യമുണ്ട്. റിലീജിയൻ വന്നിട്ട് ഒരു ആത്മീയ ഭാഗവും പറയുന്നുണ്ട്. ഓക്കെ. സോ ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ദീസ് ആർ 3 things generally accepted in our world today. സയൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന 2 ആസ്പെക്ട്സ് എന്താണ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ. ഇപ്പൊ നമ്മൾ 2 ഡെഫിനേഷൻ വായിച്ചു. എങ്കിൽ നമ്മൾ സ്പിരിച്വൽ, ഐ ഡിഡ് നോട്ട് സീ ഇറ്റ്. ആർക്കെങ്കിലും ഇനിയും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റിൽ പറയണം നിങ്ങൾ. ഇല്ല WHO സ്പിരിച്വാലിറ്റിയും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഐ വിൽ റീഡ് ഇറ്റ് അപ്പ് ആൻഡ് അടുത്ത നമുക്ക് ഡിസ്കഷനിൽ വി വിൽ ഡിസ്കസ്. വി ആർ നോട്ട് അഗെയിൻസ്റ്റ് എനി ഐഡിയാസ് ആൻഡ് ഇഫ് ഇറ്റ്സ് അക്സെപ്റ്റഡ് ബൈ എ സയന്റിഫിക് ബോഡി വി വിൽ അക്സെപ്റ്റ് ഇറ്റ്. സോ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഐ കനോട്ട് സ്പീക്ക് ഫോർ അരുൺ. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വായിച്ചതോളം ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനെ അളക്കാനുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറെ റിസർച്ച് ഉണ്ട്. സ്പിരിച്വൽ സൈഡ് വി വിൽ ടോക്ക് അബൌട്ട് അറ്റ് ദി എൻഡ്.
So because the reason why I want to keep it about physical and mental right now, just that is എനിക്ക് പറയാൻ ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള രണ്ട് ഏരിയാസ് ആണ്. സോ അവിടെ ഐ വിൽ പോയിന്റ് ഔട്ട് ലൈക്ക് ഇവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പ്ലസ് ഇത് രണ്ടിനെയും കൂടി സ്പിരിച്വാലിറ്റിയുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഐ ഹവ് സീൻ ഇറ്റ്. ഇപ്പം നമ്മളിത് Yeah. ഈ ഡിസ്കഷൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ്. നമ്മൾ വെൻ വി വർ ടോക്കിംഗ് അബൌട്ട് ദിസ്, വാട്ട് ഹിറ്റ് മീ റിയലി ഹാർഡ് ഇസ് പല പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്റ്റേഴ്സിനെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ മാറ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിലൂടെയാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു 90% ഇഷ്യൂസും വരുന്നത്. ഈ പ്രോബ്ലമിലൂടെയാണ്. നിങ്ങളുടെ കാലൊടിഞ്ഞാൽ നിങ്ങൾ ഹോമിയോപ്പതി ആശുപത്രി പോയി ഇരിക്കത്തില്ലല്ലോ. ഞാൻ ആരും താഴ്ത്തി പറയില്ല. ലൈക്ക് ഈവൻ ഹോമിയോ ഡോക്ടർ പോകത്തില്ലല്ലോ. കാലൊടിഞ്ഞാൽ ഹോമിയോ ഡോക്ടറിന്റെ അടുത്ത് പോകത്തില്ല. ഇനി ഫർഗെറ്റ് ഹോമിയോപ്പതി. നിങ്ങൾ കാലൊടിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകത്തില്ലല്ലോ. എല്ലാവരും ഡോക്ടർ തന്നെയാണ്. ഓൾ ആർ ഡോക്ടേഴ്സ്. ബട്ട് ഫ്രെറ്റർണിറ്റിയുടെ ഇടയിൽ തന്നെ കാലൊടിഞ്ഞാൽ എന്റെ ഭാര്യ ഗൈനക്കോളജിസ്റ്റ്, നമുക്ക് അവിടെ പോകാൻ ആരും പറയത്തില്ല. സോ ഐ വോണ്ട് യു ടു തിങ്ക് ലോജിക്കലി. ഞാനിവിടെ ഇരിക്കുന്നത് ആരെയും കുറ്റം പറയാനല്ല, ബട്ട് ആസ്ക് യുവർ സെൽഫ് ലോജിക്കലി, ഇന്ന പ്രശ്നത്തിന് ഞാൻ ഇന്റെ ആളുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഇസ് ഇറ്റ് ദ റൈറ്റ് പേഴ്സൺ ഫോർ മീ? അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ പാസ്റ്റർമാർ എപ്പോഴും പറയും ദേഹം ദേഹി ആത്മാവ് എല്ലാത്തിനെയും സൗഖ്യമാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടതിലും അതിൽ പാസ്റ്റർ പറയുന്നത് അതാണ്, ഇഫ് യു ആർ സ്പിരിച്വലി അവൈക്ക് ആൻഡ് എലൈവ് ഇൻ ക്രൈസ്റ്റ് യു വിൽ നോട്ട് ഹാവ് എനി പ്രോബ്ലം. അവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ പെന്തക്കോസ്തിനെ കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി വരുന്നത്. അവർ പറയുന്നത് വൺ ക്യാപ്സൂൾ പോലെയാണ്. ഈ ഒരു വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളില്ല. അവിടെ മെയിനായിട്ട് രണ്ട് പ്രശ്നങ്ങളാണ് വരുന്നത്. അവർക്ക് ഹെൽപ്പ് ഡിനൈ ചെയ്യപ്പെടുന്നു, രണ്ടാമതായിട്ട് അവരെ ഷെയിം ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വരുവാണെങ്കിൽ അതുകൊണ്ട് ഇൻഡയറക്ട്ലി മീൻ ചെയ്യുന്നത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വി ഹാവ് ടു ഡിവൈഡ് ദിസ് ഫസ്റ്റ്. ലൈക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് പെന്തിക്കോസ് കമ്മ്യൂണിറ്റിയിൽ ഇതൊരു വളരെ പ്രബലമായ ഒരു പ്രശ്നമാണ്. ദേഹിയുടെ ആത്മാവിന്റെയും വീണ്ടെടുപ്പിനായി കർത്താവ് ഒരിക്കലായി കാൽവറിയിൽ മരിച്ചെന്നും പറയുന്നത്. ഈ പ്രസംഗിക്കുന്ന ആള് ഒരു നെഞ്ചവേദന വന്നാൽ എവിടെയായിരിക്കും പോകുന്നത്? അല്ല, അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഒരു വീഡിയോയിൽ ഇത് സംസാരിക്കുന്നത്. അത് അനിൽ കൊടിത്തോട്ടം, നേരത്തെ പറഞ്ഞ ആള് ജെയ്സ് ജോസഫ് എന്ന് പറഞ്ഞാണ്. രണ്ടാമത് അനിൽ കൊടിത്തോട്ടം, പുള്ളി വലിയ വീരവാദം പോലെ സ്റ്റേജിൽ ആയിരങ്ങളുടെ മുന്നിൽ നിന്ന് കയറി നിന്നിട്ട് പറയുന്നത്, ഈ സൈക്യാട്രിക് മെഡിസിൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നരമ്പുകളെ ത്രസിപ്പിക്കുകയും ഉറക്കിക്കിടത്തുകയും ചെയ്യുന്നതല്ലാതെ അതുകൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല. ഞാൻ ഈയിടയ്ക്ക് ഫേസ്ബുക്കിൽ റാൻഡമായിട്ടൊരു ഫോട്ടോ കണ്ടു. പുള്ളിക്കാരൻ്റെ മോള് MBBS പാസ്സായിട്ട് അവർ ഫാമിലി ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്തത്. പുള്ളി അവിടെ പറയുന്നത് ആത്മാവിനും രോഗശാന്തി എന്ന് വേണ്ട എല്ലാ സാധനങ്ങൾക്കും ഉള്ള സാധനം ഇവിടെ ഉണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് പോരൂ എന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ പുള്ളി എന്തിനാണ് പുള്ളിയുടെ മോളെ ഇങ്ങനെ MBBS പഠിക്കാൻ വിടുന്നത്? എന്നെ കേൾക്കുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് ദയവായി, ഇപ്പൊ നമ്മൾ എത്ര പേര് ലൈവിൽ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നീട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ കാണും, ഐ വോണ്ട് യു ടു ആസ്ക് യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ പ്രസംഗിക്കുന്ന ആൾക്കാരുടെ മക്കൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ദെൻ ആസ്ക് യുവർ സെൽഫ്, അവരുടെ മക്കൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ മക്കൾ മാത്രം ഇത് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരുന്നു? ആസ്ക് യുവർ സെൽഫ് ദ സെയിം ക്വസ്റ്റ്യൻ. അവർക്ക് നെഞ്ചുവേദന വരുമ്പോൾ അവർ ബെസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. അവർ സായിപ്പിന്റെ ആശുപത്രിയിലും പുഷ്പരിയും കുറയാതെ അവർ പോകത്തില്ല. അവർക്ക് അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ പ്രസംഗിക്കുന്ന ആളിന് സായിപ്പിന്റെ ആശുപത്രിയിൽ ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്കിന് തൈലം പൂശണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതിനെ പേഴ്സണലി അനുഭവിച്ച ഒരാളാണ് ഞാൻ. എന്റെ വീട്ടുകാരും ഞാനും അനുഭവിച്ച ഒരാളാണ്. എന്റെ വീട്ടുകാർ അംഗീകരിക്കത്തില്ല. ബിക്കോസ് അവർ എന്താ പറയുന്നത്, ചാൾസ് പറാം കഴിഞ്ഞാൽ പിന്നെ പെന്തിക്കോസ്റ്റിന് വേണ്ടി വാദിച്ച വലിയ കൂട്ടത്തിൽ ഒരാളാണ്. അതുകൊണ്ട് ദേ വുഡ് നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആസ്ക് യുവർ സെൽഫ്, അവരുടെ മക്കള്, ഇത് പ്രസംഗിക്കുന്ന ആളുടെ മക്കള് വിദേശങ്ങളിൽ MBBS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പരിചയത്തിലുള്ള തൈലം പൂശി നടക്കുന്ന അച്ചായമാരുടെയും അമ്മാമ്മമാരെ, ഇപ്പൊ നമ്മുടെ സഭയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, സ്ത്രീ പുരുഷ ഭേദമില്ല. സ്ത്രീകളും പ്രവാചികളായിട്ട് ഇറങ്ങാണ്ട് അവരുടെ മക്കൾ MBBS ചെയ്തിരിക്കുക. സോ ഇത് വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താ എടുക്കുന്നത്? നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വയ്യാന്ന് പറയുമ്പോൾ അവരെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? എവിടെയോ ഇരിക്കുന്ന ഒരു പാസ്റ്റർ ഇത് പ്രസംഗിച്ചു, അതുകൊണ്ട് എന്താ നിങ്ങളുടെ വീട്ടിൽ 4 ദിവസം 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ച് അതിൽ നിന്ന് വരുന്ന പൈസ കൊണ്ട് അവരുടെ മക്കൾക്ക് MBBS പഠിക്കാൻ ഫീസ് അയച്ചു കൊടുക്കുക. ഇതില് ഇവിടെ ജർമ്മനിയിൽ ഇരിക്കുന്ന എനിക്കും പ്രശ്നമില്ല, വിദേശത്തിരിക്കുന്ന അരുണിനും പ്രശ്നമില്ല. ഞങ്ങളൊക്കെ ഇതിന് പുറത്ത് വന്ന്
ഞങ്ങൾ ഇതിനെ എന്താ പറയുന്നത്, റാഷണലായിട്ട് കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ കുട്ടികളുടെ കാര്യം ഓർത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചത് ആരും പോകരുതെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. എക്സാക്ട്ലി. വിൽ കം ടു ദിസ് ഹോൾ തിങ്. സോ ലെറ്റ് മീ, ഞാനൊരു 6 or 7 പോയിന്റ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, എന്റെ കമ്മ്യൂണിറ്റിയിൽ, നമ്മളെന്ന് പറയാൻ പറ്റത്തില്ല, യു ഹാവ് യു ഹാവ് ലെഫ്റ്റ് ഇറ്റ്. സോ ബട്ട് മൈ കമ്മ്യൂണിറ്റി, എന്റെ കമ്മ്യൂണിറ്റിയിൽ ഫേസ് ചെയ്യുന്ന, എന്റെ പെന്റിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ സംസാരിക്കാൻ എനിക്ക് പറ്റുമല്ലോ. സോ ഐ ഹാവ് ടു സ്പീക്ക് അപ്പ്. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ദീസ് ആർ 3 things. വിൽ കം ടു ഇറ്റ്. ഓരോ ഇവന്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം എന്തുകൊണ്ട് ഇതിനെ മിക്സ് ആക്കിയാൽ എന്താ പ്രശ്നം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, വാട്ട് എന്റെ മനസ്സിൽ, ഞാൻ എന്റെ അറിവുള്ള ആൾക്കാരോട്, ഇപ്പൊ നമ്മൾ 1 മാസമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. സോ ഐ ഡിഡ് എ റിസർച്ച്, ഐ ഡിഡ് ആസ്ക് പീപ്പിൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദർ ലൈഫ്. സോ ആദ്യം വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബാധയാണെന്ന് പറയും. ഇത് പൈശാചിക ബന്ധനമാണ്. മെന്റൽ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ, മാനസികമായ എന്ത് പ്രശ്നം വന്നാലും, അതിപ്പോ നിങ്ങൾ ഡിപ്രഷൻ ആകാം, ഡിപ്രഷൻ വേർഡ് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് സംടൈംസ് ഐ ഫീൽ ലൈക്ക് അത് സമൂഹത്തിൽ ഉപയോഗിച്ച് അതിന് വിലയില്ലാതാവുക. സോ ഐ വുഡ് സേ മെലൻകോളി, ഒരു ഡീപ് സ്റ്റേറ്റ് ഓഫ് സാഡ്നെസ്, വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ഒരാൾ മുതൽ എന്താ പറയുന്നത്, മെന്റൽ ഹെൽത്തിന്റെ അങ്ങേയറ്റത്ത് മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേഷ്യന്റ് വരെയും ഉണ്ടെങ്കിലും, ഇതിനെ എല്ലാത്തിനും നമ്മുടെ സമൂഹം, സഭ എന്താ പറയുന്നത്, ബാധയാണ്, സാത്താനിക പോരാട്ടം, പൈശാചിക സാത്താനിക പോരാട്ടം. പോരാട്ടം. അവിടെയാണ് ഈ പ്രശ്നം. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ കാര്യം, ദേഹം, ദേഹി, ആത്മാവിനെ വേർതിരിക്കാൻ പറ്റാത്തതിന്റെ, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് ഇത് വേറെ ശാഖകളാണ് മനസ്സിലാക്കാൻ കഴിവില്ല ഉള്ള പാസ്റ്റേഴ്സ് ഉണ്ട്. ദേ വിൽ അഡ്വൈസ് യു ടു ഗോ ടു എ ഡോക്ടർ. അതില്ലാത്ത പാസ്റ്റേഴ്സ് ആണ് പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ളത്. വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കൂട്ടം പാസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പൊ അവര് പറയുന്നത് എന്താ, പ്രായമേറിയതാണ്. ഇപ്പം മെന്റൽ ഹെൽത്ത് വരെ വന്നിട്ടുണ്ട്. എന്റെ കൊച്ചിലൊക്കെ ഇത് ശാരീരികമായ എന്ത് ക്ലേശം വന്നാലും പറയുന്നത് എന്താണ്, മറ്റവൻ പൈശാചിക കൂടിയാ. പോരാട്ടം തന്നെയാണ്. അതെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ പള്ളിയിൽ എപ്പിലെപ്സി വരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പിലെപ്സി വരും. മേ ബി ഹി വാസ് ഓൺ മെഡിസിൻ, മേ ബി ഹി വാസ് നോട്ട് ഓൺ മെഡിസിൻ, ഐ ഡോണ്ട് നോ. ബട്ട് അയാൾക്ക് എപ്പിലെപ്സി വരുമ്പം ഞങ്ങളുടെ അവിടെ പ്രാർത്ഥിച്ച് ഒരു പ്രവാചകനായിരിക്കും അന്ന്, അപ്പം സഭയിലൊക്കെ പ്രവാചകന്മാരെ പറയുന്നത്, തലേ കൈ വെച്ച് പറഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ അടുത്തൊരു ശിവന്റെ ക്ഷേത്രമുണ്ട്, അതിലെ കൂടെ അയാൾ നടന്നു പോയി ഷൂള അടിച്ചപ്പം ഈ നിങ്ങൾ ഓർത്ത് നോക്ക്, എപ്പിലെപ്സി പ്രൂവൺ എങ്ങനെ വരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റീസണിങ് ഉണ്ട് അതിനു വേണ്ടി. ഒരു ഡോക്ടറിനെ പോയി കാണാതെ ഒരാൾ തലേക്ക് വന്ന് വെച്ച് പറയാം, അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് അറിയാവോ? ഇയാളോട് പറയും മരുന്നങ്ങ് നിർത്തിയേക്കാൻ പറയും. ഇന്ന് പകൽക്കാലം വിടുതലിന്റെ ഒരു ദിവസമാണ്, വിശ്വസിച്ച് മരുന്നില്ലാതെ നീ ജീവിക്കാൻ തീരുമാനിച്ചോ? നാവ് ഇമാജിൻ, ഇയാൾ എവിടെയെങ്കിലും വണ്ടി ഓടിക്കുക, അല്ലെ വഴിയിൽ പോവുക, അവിടെ വീണ് എന്തെങ്കിലും വന്ന, ഹൂ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി? ആരാണ് എടുക്കാൻ പോകുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി? അപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? അവന്റെ വിശ്വാസം കുറവായിരുന്നു. അതെ, എല്ലാത്തിനും ഒരു അതൊന്നും പ്രശ്നമല്ല. ന്യായീകരണമുണ്ട്, അതാണ് പ്രശ്നം. എനിക്ക് തോന്നി ആൾക്കാർ, ഈ വിശ്വാസികൾ ഇവരെ അക്കൗണ്ടബിൾ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രവണത കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ഒരു കാര്യം പറഞ്ഞു, അത് നടന്നില്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ഇവർ ഈ ഉടായിപ്പുകൾ കുറയ്ക്കും എന്നാണ് എനിക്ക് വിശ്വാസം. വിശ്വാസികൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കത്തുള്ളൂ. അവർക്ക് പറ്റും. അതാണല്ലോ നമ്മുടെ ഗോൾ. ഇതിപ്പോ ഒരു പാസ്റ്ററും കേട്ട് നമ്മുടെ കാര്യം കേട്ട് ഇന്ന് പകൽക്കാലം മാനസാന്തരത്തിന്റെ ഈ സന്ധ്യാകാലമാണെന്ന് വിചാരിച്ച് പാസ്റ്റർ മടങ്ങ്, ബിക്കോസ് ഹി ഹാസ് മോണിറ്ററി ബെനിഫിറ്റ്, അയാൾക്ക് പൈസ കിട്ടുന്നുണ്ട്. കാരണം ഇത് പറഞ്ഞാലേ അവരുടെ മക്കളെ MBBS പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതെ, നിങ്ങൾ അത് മറക്കരുത്. ദിസ് ഇസ് ദ ഇഷ്യൂ ഇൻ ദിസ്. കാരണം അവരിത് പ്രസംഗിച്ചാലേ അവരുടെ മക്കൾ MBBS ആയി മാറത്തുള്ളൂ, അവരുടെ മക്കൾ എഞ്ചിനീയറിംഗ് തീർത്ത് പുറത്ത് വരത്തുള്ളൂ. സോ ദേ വുഡ് നോട്ട് സേ ഇറ്റ് അതർ വേ. അവർക്ക് മറ്റു പറയാൻ കാരണമില്ല. സോ ആ ഒരു സ്ഥലത്തു നിന്ന് ഇപ്പം ഇത് മെന്റൽ ഹെൽത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ പൊതുവെ ഒരാൾക്ക് വയ്യാതായാൽ പിശാചെന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാർ തന്നെ അംഗീകരിക്കാതെ വരും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബട്ട് ഇപ്പൊ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്റെ സഭയിലൊക്കെ ഇപ്പൊ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോണ്ടല്ലോ, എന്റെ പാസ്റ്റർ അന്ന് മുതലേ, ആ പാസ്റ്റർ വിദേശത്തൊക്കെ പോയ ഒരാളാണ്. അപ്പൊ ഹി ഹാഡ് സംതിങ് അപ്പ് ഹിയർ. തലയ്ക്കകത്ത് ബോധമുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ. ഹി ഹാഡ് എഡ്യൂക്കേഷൻ, ഹി ഹാഡ് ഗുഡ് എഡ്യൂക്കേഷൻ. ഹി വർക്ക് ഫോർ എക്യുമെനിക്കൽ ഒരുമയ്ക്ക് വേണ്ടി, സഭകളുടെ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ പിന്നെ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ അയാളെ പറയുന്നത് ആത്മീയമില്ലാന്ന്. അയാൾക്ക് ആത്മീയമില്ല, അയാൾ ജഡീകനാണ്. ഹി ലൈക്ക് എവ്രി വൺ, ഹി വുഡ് ലൈക്ക് സിറ്റ് വിത്ത് എവ്രി വൺ, ഹി വിൽ ടോക്ക് ടു എവ്രി വൺ. അങ്ങനെയൊക്കെ അവരൊക്കെ ജഡീകരാണ്. സോ വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ, എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. പെന്തിക്കോസ്റ്റിലും നല്ല പാസ്റ്റേഴ്സ് ഉണ്ട്.
തീർച്ചയായും തീർച്ചയായും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്തി മെന്റാലിറ്റി ഉള്ള ഹെൽത്തി മനസ്സുള്ള നല്ല പാസ്റ്റേഴ്സ് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് മെജോറിറ്റി ഇഫ് യു ഗോ ദർ ദേ കൻ നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദീസ് ത്രീ. ആത്മാവും ശരീരവും മനസ്സും വേറെയാണെന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ചാപ്പകൊത്തും. ഞാൻ പറഞ്ഞു വന്നത് ആ കാലത്ത് നിന്നും ഈ ശാരീരികമായ അസുഖങ്ങളെല്ലാം പിശാചിന്റെ ആണെന്നുള്ളത് ഇപ്പം നമ്മൾ പറയുന്നില്ല. അതെ അത് ഈ ഒരു മെന്റൽ ഹെൽത്തിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റണമെന്നുള്ള ഒരു റെവല്യൂഷനും കൂടി നമ്മളിൽ വന്നാൽ അതെ വി വുഡ് മേക്ക് എ ഗുഡ് പ്രോഗ്രസ് ഇൻ അവർ ലൈഫ്. സോ അതിലൂടെ കുറെ കഷ്ടപ്പാട് മാറി കിട്ടും. അന്ന് ഞാൻ എവിടെയോ വായിച്ച ഒരു ഇതിനകത്ത് ഇവന്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. പെന്തിക്കോസ് അമേരിക്കയിൽ സ്ഥാപിച്ചപ്പോൾ ഒരു ആർത്രൈറ്റിസ് ഉള്ള ഒരു സ്ത്രീയെ അവിടുത്തെ പാസ്റ്റർ ഓരോ എന്താ പറയുന്നത് ജോയിൻസ് ശരീരഭാഗങ്ങളും ചിലത് വളഞ്ഞ് അതിനെ അയാൾ പിടിച്ച് നേരെയാക്കി വിശ്വാസത്തിന്റെ പേരിൽ. എന്നിട്ട് ആ പെയിനിലൂടെ അവർ മരിച്ചു പോയെന്നുള്ളതാണ്. സോ ആ ഇരുണ്ട കാലത്തിൽ നിന്ന് 100 വർഷമായിട്ടുള്ളൂ, പെന്തിക്കോസ് ഉണ്ടായിട്ട് 100 വർഷമായിട്ടുള്ളൂ. ആ 100 വർഷത്തിൽ നിന്നും ഇന്ന് ആർത്രൈറ്റിസ് ഒരു സാത്താന്റെ പോരാട്ടം അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെ പല കാര്യങ്ങളും ഗ്രാജുവലി മാറുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഈ മെന്റൽ ഹെൽത്ത് അല്ലാതെ ഫിസിക്കൽ ഹെൽത്ത് നോക്കിക്കൊണ്ടിരുന്ന കാലത്ത് ഫിസിയോളജിക്കലി വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പണ്ട് ആശുപത്രിയിൽ പോകാൻ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പം അവർ തന്നെ ആശുപത്രിയിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വളരെ ചെറിയ തോതിലാണെങ്കിലും ഉൾക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇപ്പോൾ പ്രൊഫഷണൽ ഉള്ളവരും അല്ലാത്തവരും ആരാണെന്ന് പോലും അറിയാത്തവർ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അതിനൊരു പോസിറ്റീവ് സൈഡ് കൂടെ ഉള്ളത്, ഇതിൽ നിൽക്കുന്ന പിള്ളേർ ഇത് കൺസ്യൂം ചെയ്തിട്ട് ഓക്കെ ഇതിനെക്കുറിച്ച് അവെയർ ആവുന്നുണ്ട്. വൺ വേ ഓർ അനദർ അവർ കാര്യത്തെക്കുറിച്ച് നോക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും അവർ മുന്നോട്ട് പോയി അവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഐഡിയാസ് വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഇതിനെ മുന്നോട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ജെൻസി ആണല്ലോ ഹോപ്പ്. നമ്മളൊക്കെ ഹോപ്പ്, ഫ്യൂച്ചർ ഹോപ്പ് നന്നാവും എന്നുള്ളതിന്റെ ഒരു വലിയ ഞാൻ കാണുന്ന ഒരു റീസൺ ഇസ് ബിക്കോസ് ജെൻസി ഹാസ് പൊട്ടൻഷ്യൽ, ഹ്യൂജ് പൊട്ടൻഷ്യൽ. അവർക്ക് പറ്റും, അവർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. അപ്പം ഇത് ജനറലി നമ്മൾ സംസാരിച്ചു എല്ലാം എല്ലാം പിശാചിന്റെ ബന്ധനമാണെന്നുള്ളത്. ഇപ്പം വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ആൻഡ് വി ഹാവ് ഔട്ട് ഓഫ് ഇറ്റ്. ലൈക്ക് നമ്മൾ അതിൽ നിന്ന് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഇസ് വൺ പോയിന്റ്. യുനോ ട്രീറ്റ്മെന്റ്. ഇതിന്റെ ദൂഷ്യഫലം എന്തായിരുന്നു അറിയാവോ? ചില സൈക്കാട്രിക് ഇൽനെസ് അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ ഇഫ് യു ട്രീറ്റ് ഇറ്റ് ഏർലി സക്സസ് റേറ്റ് ഇസ് ഹൈ. നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആകാനുള്ള ചാൻസ് അല്ലെങ്കിൽ ലൈഫ് എക്സ്റ്റെൻഡ് ആകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ ഈ ഏർലി ട്രീറ്റ്മെന്റ് കിട്ടാതെ പോകുന്നവരാണ് പിന്നെ അതിന്റെ കൂടിയ വകഭേദങ്ങളിലേക്ക് ചെന്ന് ചേരുന്നതും പിന്നെ ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ആയി മാറുന്നതും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതും. അതുകൊണ്ട് ദിസ് ഇസ് വൈ വി ആർ ഫൈറ്റിംഗ്. ഞാൻ ഫൈറ്റ് ചെയ്യുന്നതും അരുൺ ഫൈറ്റ് ചെയ്യുന്നതും ഇതിനെ വേരിൽ തന്നെ പിഴുത് കളയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റീസ് മുന്നോട്ട് വരണമെന്നുള്ളതാണ്. Isn't it, Arun? That is the goal. Yeah. മനുഷ്യരാണ് ഇത് സഫർ ചെയ്യുന്നത്, മനുഷ്യന്മാരാണ്. ആ ഒരു പെന്തക്കോസ്തുകാരാണോ ആരാണോ എന്നല്ല, മനുഷ്യരാണ്. എല്ലാവരുടെയും ഫീലിങ്സും വേദനകളും എല്ലാം ഒരേ ഇതല്ലേ. എനിക്കൊരു മുറിവുണ്ടായാലും ഉണ്ടാകുന്ന വേദന തന്നെ ആയിരിക്കും ഇപ്പോൾ ജേക്കബിനുണ്ടായാലും, അത് തന്നെ ആയിരിക്കും അടുത്തൊരു മനുഷ്യനും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക, മറ്റൊരാൾക്ക് ഉണ്ടാകാനുള്ള സോഴ്സസിനെ അടയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഞാനും ട്രൈ ചെയ്യുന്നത്. So I think I'm very clear. പ്രാർത്ഥനയും how you can divide these things and where it is needed and what it is needed. Do it appropriately. എല്ലായിടത്തും എല്ലാം it won't go well. So do not call anything more than എന്തെങ്കിലും ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഉടനെ അത് ബാധയാണ് ദയവായി നിങ്ങളായിട്ട് പറയരുത്. Let a professional look at it and then we can decide. So that was my first point. നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ഇട്ട് തരുവാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ മാനം കാക്കേണ്ടത് നമ്മളാണ് എന്നൊരു സാധനം തലയിലേക്ക് അടിച്ചേൽപ്പിച്ച് തന്നിട്ട് ആ ഒരു പ്രഷർ കൊണ്ടാണ് ഈ ഒരു കുട്ടി വളരുന്നത്. പ്രവാചകൻ പറയാൻ പോകുന്നത് എന്താണ്? മോസ്റ്റ്ലി മരുന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടു കൂടെ നീ മരുന്ന് ഉപേക്ഷിച്ചാൽ ഒരു വിടുതൽ. എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തുകാർ കേൾക്കണം. ഇത് ഞാൻ കുറച്ചുകൂടി എന്താ പറയുന്നത് പാറമേൽ ഉരയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു പ്രവാചകന്റെ വാക്കുകൾ തന്നെയായി മാറും. ഇപ്പം ഇതിന്റെ അടിയിൽ കമന്റ് ഇടാൻ ഒരു കൂട്ടം ആൾക്കാർ വരും, ഞങ്ങൾക്ക് ഇതൊന്നും വന്നിട്ടില്ല. ഇത് 100% ആൾക്കാരുടെ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. പുറത്തിറങ്ങി ചെല്ലുമ്പോൾ കൂട്ടുകാരോട് മിണ്ടാൻ പറ്റുന്നില്ല, നേരെ ചൊവ്വേ ജാതികൾ അസ് വേഴ്സസ് ദം, നമ്മൾ അഗെയിൻസ്റ്റ് അവര് നരകത്തിൽ പോകാനുള്ളവരാണ്, അവരോട് മിണ്ടാൻ പാടില്ല, നമ്മൾ അവരെ കൂട്ടുപോലും കൂടാൻ പാടില്ല, ഉറ്റമിത്രങ്ങളാക്കാൻ പാടില്ല ജാതികളെ എന്നുള്ള ഒരു ചിന്തയാണ്. So it is painful. It was extremely painful for me.